നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ടുകളുള്ള ഇന്ത്യയിൽ ഒരു മുസ്ലിം വിശ്വാസിക്ക് ഹലാലായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഒന്നാമത്തത് ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്. 20 വർഷത്തിന് മുകളിലായി ആ ഫണ്ട് തുടങ്ങിയിട്ട് തന്നെ ശരിയ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്. ഇനി ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലംസമായിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ മിനിമം ഒരു 5000 രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു നിശ്ചിത എമൗണ്ട് ഒറ്റ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇടാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ 5000 രൂപ മതി. അതല്ലാതെ 5000 രൂപ എത്ര മേളിലേക്ക് 1 ലക്ഷം, 2 ലക്ഷം, 1 കോടിയാവും, എത്ര ആവാം. ഇനി അതല്ല നിങ്ങൾ മാസമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 150 ദിർഹം നിങ്ങൾക്ക് മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാ മാസവും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് അവിടെ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് അതിൽ പ്യുവർലി അതിനൊരു ശരിയ ബോർഡുണ്ട്. ആ ശരിയ ബോർഡ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നമ്മൾ കൊടുക്കുന്ന പണം അവർ ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വാങ്ങാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈ ശരിയ ബോർഡ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മാത്രമാണ് ഈ പറയുന്ന ഫണ്ട് മാനേജേഴ്സിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിലവിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് പുതിയൊരു കമ്പനി ചൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ശരിയ ബോർഡിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ശരിയ ബോർഡ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ശരിയ ബോർഡായിരിക്കും. ഈ എത്തിക്കൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒരു പ്രോപ്പർ ശരിയ ബോർഡിൻ്റെ കൺട്രോളിലാണെന്നുള്ളതാണ്. ഈ ശരിയ ബോർഡ് മലേഷ്യയിലും ദുബായിലൊക്കെ ഉള്ള ശരിയ ബോർഡുകളാണ്. അവരാണ് പ്രോപ്പറായിട്ട് അവരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ എത്തിക്കൽ ഫണ്ടുകളും അവരുടെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് കമ്പനികൾ ചൂസ് ചെയ്യുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്യുവർലി ഈ ശരിയ ഫണ്ടുകളൊക്കെ ഇക്വിറ്റിയിൽ ഷെയർ മാർക്കറ്റിലാണ്, കടപത്രങ്ങളിലോ മറ്റു ഇൻട്രസ്റ്റുകളൊന്നും. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് സംഭവം എന്ന് പറഞ്ഞാൽ പ്യുവർലി ശരിയ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ് എന്തുള്ളൂ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളതുള്ളതാണ്.